കൊല്ലത്തേക്കൊന്ന് പോകുന്നു. കൊല്ലം വീണ്ടും വാർത്തയിലുണ്ട് കേട്ടു. കൊല്ലം പട്ടാഴിയിൽ കടയിലിരുന്ന് മദ്യപിക്കാൻ ഗ്ലാസ് നൽകാത്തതിന് കടയുടമയ്ക്ക് ക്രൂരമർദ്ദനം. കടയുടമ സുകുമാരൻ നായരെയാണ് ജയപാലൻ, രാജൻ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത്. കടയിലിരുന്ന് മദ്യപിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ ബൈക്കിന്റെ ചാവി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. നിലത്തു വീണ സുകുമാരൻ നായരുടെ നെഞ്ചത്ത് കയറിയിരുന്നും പ്രതികൾ മർദ്ദിച്ചു. പത്തനാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശങ്കർ, ഈ സുകുമാരൻ നായരെ വല്ലാതെ ഈ ആൾക്കാർ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സാധാരണ ഈ കടയിലൊന്നും ഇരുന്ന് ഇങ്ങനെ മദ്യപിക്കാൻ പറ്റില്ലല്ലോ. അത് ബാറിൽ പോയിരുന്ന് മദ്യപിക്കണം. ഇത് ബിവറേജിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കടയിലിരുന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ചോദിച്ചു. ഗ്ലാസ് കൊടുക്കാത്തതിന് സുകുമാരൻ നായരുടെ നെഞ്ചത്ത് താണ്ഡവ നൃത്തം അടിയെന്നാണല്ലോ കേൾക്കുന്നത്. എന്താ സംഭവം? ഡോക്ടർ അരുൺ, ഈ കാശൊക്കെ കൊടുത്ത് ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങിക്കുമ്പോൾ 2 ഗ്ലാസ് കൂടി വാങ്ങിച്ചൂടെ എന്നാണ് ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം തോന്നിയത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് കൊല്ലം പട്ടാഴിയിൽ ഇത്തരത്തിൽ കടയിൽ ഒരു സംഘം ആളുകൾ എത്തുന്നു. ഈ കടക്കാരനോട് ഒരു ഗ്ലാസ് ചോദിക്കുന്നു, മദ്യപിക്കാനാണെന്ന് പറയുന്നു. പക്ഷേ കടക്കാരനായ ഈ സുകുമാരൻ നായർ പറയുന്നു ഇവിടെ ഇരുന്ന് മദ്യപിക്കാനൊന്നും സാധിക്കില്ല. ഇത് കേട്ടതോടുകൂടി യുവാക്കൾ പ്രകോപിതരാകുന്നു. കയ്യിലുണ്ടായിരുന്ന വാഹനത്തിന്റെ ചാവി ഉപയോഗിച്ചുകൊണ്ട് ഈ മുരളീധരൻ നായരെ മുഖത്തേക്ക് ഉൾപ്പെടെ കുത്തുന്നു. ആ ചാവി ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിനിടയിൽ ഇദ്ദേഹം ഈ സുകുമാരൻ നായർ നിലത്ത് വീഴുന്നു. ആ നിലത്ത് വീണ ഘട്ടത്തിൽ പോലും ഇവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അദ്ദേഹത്തിന്റെ തലയിൽ ഉൾപ്പെടെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ജയപാലൻ, രാജൻ എന്നിങ്ങനെ 2 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഡോക്ടർ അരുൺ, പലതരത്തിൽ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയുള്ള അടി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്ലാസ് കൊടുക്കാത്തതിന്റെ പേരിൽ അടി ആദ്യമായാണ് കടന്നത്. സംഭവത്തിൽ കൃത്യമായി പോലീസ് എന്തായാലും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രതികളും അധികം വൈകാതെ വലയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ കടയുടമയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. എന്തായാലും അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇങ്ങനെ മദ്യത്തിൻ്റെ ഒക്കെ പേരിൽ ആളുകൾ നിരന്തരം ആക്രമണം നടത്തുമ്പോൾ അത് സമൂഹത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്, വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഡോക്ടർ തീർച്ചയായിട്ടും അത് വലിയ പ്രതിഷേധാർഹമായ കാര്യമാണ്. സുകുമാരൻ നായർ ഐക്യദാർഢ്യം. ഒരു കാരണവശാലും ഇങ്ങനെ കുടിക്കാൻ വരുന്ന ആളുകളെ കടയിലിരുത്തി മദ്യപിക്കാൻ പാടില്ല. അങ്ങ് ചെയ്തു തന്നെയാണ് ശരി. മാത്രമല്ല, ബിവറേജസിന് വേണമെങ്കിൽ ജയശങ്കർ പറഞ്ഞതുപോലെ 2 ഗ്ലാസും കൂടെ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. 2 ഗ്ലാസ് മാത്രം പോരാ. പഴയകാലത്ത് ചില ആളുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, മാന്യമായിട്ട് മദ്യപിക്കാനുള്ള ഒരു അവസരം കൂടി ബിവറേജസ് ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. സംഭവം കൊടുക്കും. വീട്ടിൽ കൊണ്ട് മേടിച്ചൂടെ? വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലല്ലോ, അതല്ലേ പ്രശ്നം. വീട്ടിൽ ഇത് കയറ്റിയാൽ കൊണ്ടുപോകുന്നവരെ കയറ്റൂല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ കടകളിൽ ഇരുന്ന് അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് 2 ചേട്ടന്മാർ ശ്രമിച്ചതാണ്. പക്ഷേ സുകുമാരൻ നായർ ഏട്ടൻ എതിർത്തു. എന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് താണ്ഡവ നൃത്തം ആടി എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളി വിചാരിച്ചു ഇതെന്താണ്, ഒരു കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന പോലെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ഗ്ലാസ് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നുമല്ലെങ്കിലും നിങ്ങൾ എന്തു പാടും, ചെറുപ്പക്കാരല്ലേ. എന്തായാലും സുകുമാരൻ നായർക്ക് ഗുരുതരമായ പരിക്കില്ല. കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇനി ബിവറേജസ് കോർപ്പറേഷൻ 2 ഗ്ലാസും കൂടെ കൊടുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം.